അടുത്താണ് എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ്. Another important factor which influence the development of personality is the educational factors. Schools, colleges, teachers have significant impact upon the individual's development of personality. So ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനകത്ത് അവരുടെ സ്കൂളുകളും കോളേജുകളും ടീച്ചേഴ്സും ഇതെല്ലാം എന്താണ് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അവരുടെ എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനകത്ത്. The impact of educational institution upon personal development is largely determined by the students' attitude towards schools and colleges, towards peers, towards teachers, and also towards the value of education. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇമ്പാക്റ്റ് ഓരോ പേഴ്സണാലിറ്റിയിലും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓരോ സ്റ്റുഡൻസിൻ്റെയും ആറ്റിറ്റ്യൂഡിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുക. അവർക്ക് സ്കൂളുകളും കോളേജുകളും ഏത് രീതിയിലാണ് അത് നോക്കിക്കാണുന്നത്, വിദ്യാഭ്യാസത്തിൻ്റെ വാല്യൂവിനെ കുറിച്ച് എത്രത്തോളം അവർക്ക് ആകാംക്ഷയുണ്ട്, അവരുടെ പിയർ ഗ്രൂപ്പ്സുമായിട്ട് അവർക്ക് എത്രത്തോളം ഇൻറ്ററാക്ഷൻ ഉണ്ട്, അവരുമായിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതുപോലെ തന്നെ ടീച്ചേഴ്സുമായിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്. ടീച്ചേഴ്സിനൊക്കെ വളരെയധികം ബഹുമാനിക്കുന്ന കുട്ടികളായിരിക്കും എന്ത് ചെയ്യുന്നത് വളരെ നല്ലൊരു വ്യക്തികളായിട്ട് മാറുന്നത്. അവർക്ക് അക്സെപ്റ്റൻസ് കിട്ടുള്ളൂ. സോ ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം, അതുപോലെ ടീച്ചേഴ്സിനോട് നല്ല രീതിയിൽ പെരുമാറണം. സോ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ടീച്ചേഴ്സ് അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് അവരുടെയും റിഫ്ലക്ഷൻ വരുന്നത്. വെൻ ദീസ് ആറ്റിറ്റ്യൂഡ്സ് ആർ ഫേവറബിൾ, ഈ ആറ്റിറ്റ്യൂഡ്സ് എല്ലാം ഫേവറബിൾ ആയിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ദ സ്റ്റുഡൻസ് യൂഷ്വലി എൻജോയ് ദെയർ അക്കാഡമിക് ആക്ടിവിറ്റീസ് ആൻഡ് ഹാവ് എ വാം ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് ടീച്ചേഴ്സ് ആൻഡ് ദെയർ പിയേഴ്സ്. ആ ഒരു സ്റ്റുഡൻസിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലാണെങ്കിൽ, നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവരവരുടെ അക്കാഡമിക് ആക്ടിവിറ്റീസ് എല്ലാം എൻജോയ് ചെയ്യും. സോ അവർക്ക് അവരുടെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിലും അവരുടെ പിയർ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലും അതുപോലെ ടീച്ചേഴ്സുമായിട്ടുള്ള ഗ്രൂപ്പ്സിലും വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാകും എന്നുള്ളതാണ്. സോ ദിസ് ഹാസ് എ വെരി ഫേവറബിൾ ഇമ്പാക്ട് അപ്പോൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ബൈ പ്രൊഡ്യൂസിങ് സ്ട്രോങ്ങർ സെൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം. സോ ഇതെല്ലാം അവർക്കൊരു ഫേവറബിൾ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക അവരുടെ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റിനെയും അതുപോലെ തന്നെ ഒരു സ്ട്രോങ്ങർ സെൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസും അതുപോലെ സെൽഫ് എസ്റ്റീമുമാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. So the reverse is true when there is unfavorable attitudes among students towards education and education institutions, teachers and peers, etc. Research studies have further revealed that if the students are physically and psychologically ready to enter the schools or colleges, their attitude tend to be far more favorable. ഇതിൻ്റെ എല്ലാം റിവേഴ്സ് ആയിട്ടാണ് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ, അതായത് അൺഫേവറബിൾ ആയിട്ടാണ് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് ടുവേർഡ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും, അതായത് സ്കൂളുകളിലെ കോളേജുകളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സിൻ്റെ അടുത്ത് അവർ അൺഫേവറബിൾ ആയിട്ടാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല, സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കില്ല. സോ ആ രീതിയിലായിരിക്കും. ആർക്കൊക്കെയാണ് കോളേജിലും സ്കൂളിലൊക്കെ പോകാൻ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ നോർമലായിട്ടുള്ളത്, അതായത് സൈക്കോളജിക്കലി ഫിസിക്കലി അവർക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ പോകുന്നത്, അവരായിരിക്കും നല്ല ക്വാളിറ്റിയിൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഇമോഷണൽ ക്ലൈമറ്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് എഫക്ട് ദ ലെവൽ ഓഫ് മോട്ടിവേഷൻ, സ്റ്റുഡൻസ് ക്ലാസ് റൂം ബിഹേവിയർ ആൻഡ് ദെയർ ജനറൽ ഇമോഷണൽ റിയാക്ഷൻസ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്സ് നല്ല രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ ഇമോഷണൽ ക്ലൈമറ്റിനെ. അതെന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ലെവൽ ഓഫ് മോട്ടിവേഷനെയും അതുപോലെ അവരുടെ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് റൂം ബിഹേവിയറിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമോഷണൽ റിയാക്ഷൻസ് എല്ലാം ജനറലായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ത്രൂ ദീസ് വേരിയസ് ബിഹേവിയറൽ പാറ്റേൺസ് ദ ഇമോഷണൽ ക്ലൈമറ്റ് ഓഫ് ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അഫക്ട് ദ സ്റ്റുഡൻസ് സെൽഫ് ഇവാലുവേഷൻ ആൻഡ് ദ ഇവാലുവേഷൻ അതർ മേക്ക് ഓഫ് ദം. അവരവരെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, മറ്റുള്ളവർ അവരെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഇമോഷണൽ ക്ലൈമറ്റുമായിട്ടും അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട് അതിനെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അവരുടെ ബിഹേവിയറൽ പാറ്റേൺസ് എല്ലാം വ്യത്യസ്തമായ രീതിയിലായിരിക്കും. സോ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. Another important factor of education determinants that affect personality is student-teacher relationship, which is largely depend upon the teacher's treatment of the students, upon students' attitude towards particular teachers and on their teaching, as well as disciplinary techniques used by teachers, including the cultural stereotypes of teachers as a group. These attitudes in turn affect the quality of students' academic work, which becomes the basis of evaluation of self and social evaluation. Teacher-student relationship affect the student's personality through its impact upon students' motivation for academic achievement. When the students see that their relationship with the teacher is warm and friendly, their achievements are far better than when they perceive the relationship as hostile, punitive and rejecting. This boosts their self-concept by enhancing self-confidence and self-esteem. ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ് ടീച്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ആണ്. അവർ കുട്ടികളെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്.
സ്റ്റുഡൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ചില പെർട്ടിക്കുലർ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചിങ് ചെയ്യുന്നത് ഡിസിപ്ലിനറി ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ്. കൾച്ചറൽ സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. ചില ടീച്ചേഴ്സിനെല്ലാം ഒരു കൾച്ചറൽ സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. അവരുടെ സ്റ്റുഡൻസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ടീച്ചേഴ്സ് നമ്മളോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്ന കുട്ടികളുടെ ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നത്. So these attitudes in turn affect the quality of students' academic work, which becomes the basis of the evaluation of self and social evaluation. ചില ആറ്റിറ്റ്യൂഡ്സ് എല്ലാം എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും അവരുടെ ക്വാളിറ്റിയിൽ, സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് വർക്കിനകത്ത്. അതെല്ലാം എന്ത് ചെയ്യുന്നത്, ഏത് ബേസിലായിരിക്കും അവർ ഇവാലുവേഷൻ ചെയ്യുന്നത്, അവരുടെ സെൽഫും അതുപോലെ അവരുടെ സോഷ്യൽ ഇവാലുവേഷനൊക്കെ വരുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് എഫക്ട് ദ സ്റ്റുഡൻസ് പേഴ്സണാലിറ്റി ത്രൂ ഇറ്റ്സ് ഇമ്പാക്ട് അപ്പോൺ സ്റ്റുഡൻസ് മോട്ടിവേഷൻ ഫോർ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്. ടീച്ചർ സ്റ്റുഡൻറ്റിൻ്റെ റിലേഷൻഷിപ്പ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിൻ്റെ പേഴ്സണാലിറ്റിയിലും. അതെങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്, സ്റ്റുഡൻസിൻ്റെ മോട്ടിവേഷൻ ഫോർ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്. ആ ഒരു വ്യക്തികൾ ആ ഒരു സ്റ്റുഡൻസ് ഏതൊക്കെ രീതിയിലാണ് അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകുന്നത്, അല്ലേ? സോ ടീച്ചേഴ്സിന് നല്ല പഠിക്കുന്ന കുട്ടികളോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. പഠിക്കാതെ കളിച്ചു നടക്കുന്ന കുട്ടികളോട് കുറച്ചൊരു പ്രശ്നമുണ്ടായിരിക്കും. സോ അവരെന്ത് ചെയ്യും, അവരെ നന്നായിട്ട് വഴക്ക് പറയും. ചില കുട്ടികളോട് പ്രത്യേക ഇഷ്ടമുണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യില്ല, അതത്ര ഇഷ്ടപ്പെടില്ല. സോ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. When the students see that their relationship with the teacher is warm and friendly, their achievements are far better than when they perceive the relationship as hostile, punitive and rejecting. അവരെപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവരുടെ അച്ചീവ്മെൻറ്റിലൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിലായിരിക്കും അവരെ എഫക്റ്റ് ചെയ്യുക, അത് പെർസീവ് ചെയ്യുന്നത്. സോ അത് നല്ല രീതിയിലായിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിലോ അത് ചിലപ്പോൾ നമുക്ക് റിജക്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നും. ടീച്ചേഴ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതൊരു റിജക്ഷൻ ആയിട്ടാണ് തോന്നുക. സോ ദിസ് ബൂസ്റ്റ് ദിയർ സെൽഫ് കൺസെപ്റ്റ് ബൈ എൻഹാൻസിങ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം. അത് അവർക്ക് അവരുടെ സെൽഫ് എസ്റ്റീമും അവരുടെ സെൽഫ് കോൺഫിഡൻസും ഒക്കെ കൂടാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സിനകത്ത് പറയുന്നത്. സോ ഒരു ടീച്ചറും ഒരു കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് അത് എത്രത്തോളം അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ടീച്ചേഴ്സ് എപ്പോഴും ഒരു ഫ്രണ്ട്ലി ആയിട്ടായിരിക്കണം കുട്ടികളോട് മീറ്റ് ചെയ്യേണ്ടത്. സോ ഓരോ വ്യക്തികളും വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, സ്കൂളിലേക്ക് എത്തുന്നത്. സോ അവർക്ക് പഠിക്കാൻ പറ്റാത്ത ചിലപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷേ അവർക്കതെല്ലാം മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു ടീച്ചറിൻ്റെ കടമയാണ്. വളരെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചറിന് വേണ്ട ക്വാളിറ്റി, കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ കുട്ടികളെ മനസ്സിലാക്കാനുള്ളൊരു കഴിവാണ്. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ മാത്രം ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കരുത്, ബാക്കിയുള്ളവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. സോ സ്നേഹിക്കുന്ന, വളരെയധികം ബഹുമാനിക്കുന്ന കുട്ടികൾ, പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടായിരിക്കും. അവരൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട രീതി വളരെ ബഹുമാനത്തോടു കൂടിയായിരിക്കണം, വളരെ സ്നേഹത്തോടു കൂടിയായിരിക്കണം. സോ അവർക്കെല്ലാം ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടാത്തത് കൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ആ രീതിയിലെല്ലാം പെരുമാറുന്നത്. സോ അവർക്കതെല്ലാം മനസ്സിലാക്കി കൊടുത്ത് വളരെ നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അടുത്തതാണ് ഫാമിലി ഡിറ്റർമിനൻസ്. This is another important class of factors that influence development of personality. The influence of family on personality development is maximal at all ages. The family affect the development of personality both directly or indirectly. Direct influence of family upon personality comes chiefly through different child training methods which are used to mold the personality pattern. ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കാരണം എന്താണ്, ഫാമിലിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് ലോങ് നമ്മളെ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജനിക്കുന്ന സമയം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാതാവുമായിട്ടുള്ള, നമ്മുടെ പിതാവുമായിട്ടുള്ള, നമ്മുടെ പിയർ ഗ്രൂപ്പ്സ്, നമ്മുടെ കസിൻസ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അവരുടെയൊക്കെ പേഴ്സണാലിറ്റിയും അതുപോലെ അവരുടെ ക്യാരക്ടറും അവരുടെ സ്വഭാവവും അവരെന്തൊക്കെയാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിലൂടെയാണോ വളരുന്നത്, അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഫാമിലി അപ്പോൺ പേഴ്സണാലിറ്റി കംസ് ചീഫ്ലി ത്രൂ ഡിഫറെൻറ്റ് ചൈൽഡ് ട്രെയിനിങ് മെത്തേഡ്സ് വിച്ച് ആർ യൂസ്ഡ് ടു മോൾഡ് ദ പേഴ്സണാലിറ്റി പാറ്റേൺ ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. സോ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് വരുന്നത്, ഫാമിലിയിലുള്ള എൽഡർ മെമ്പേഴ്സ് എന്ത് ചെയ്യാണ്, ആ കുട്ടികളെ എന്ത് ചെയ്യാണ്, ട്രെയിനിങ് ചെയ്യാണ്, ചൈൽഡിനെ ട്രെയിനിങ് ചെയ്യാണ് ചില മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട്. അവരുടെ പേഴ്സണാലിറ്റി പാറ്റേണിനെയും അവരുടെ കമ്മ്യൂണിക്കേഷനെയും എല്ലാം, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇൻട്രസ്റ്റിനെയും അവരുടെ ആറ്റിറ്റ്യൂഡും വാല്യൂസും എല്ലാം അവരെ പഠിപ്പിച്ചുകൊണ്ട് അവരെ വളർത്തുകയാണെങ്കിൽ അത് അവരുടെ പേഴ്സണാലിറ്റി ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. സ്ട്രിക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ അവരെ ഡിമാൻഡ് ചെയ്തുകൊണ്ട്, പിനിറ്റീവായിട്ട്, ഇൻഹിബിറ്റിംഗ് പാരൻസ്, അതായത് അവരെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട്, പറയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതെല്ലാം അവരെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പേഴ്സണാലിറ്റിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ അവരുടെ ഗാർഡിയൻസ് ടെൻഡ് ടു എൻകറേജ് ദിയർ ചിൽഡ്രൻ ഫോർ ഡിപ്പെൻഡിങ് അപ്പോൺ എക്സ്റ്റേണൽ കൺട്രോൾസ് ടു ഗൈഡ് ദിയർ ബിഹേവിയർ.
അവരുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, എൻകറേജ് ചെയ്യാണ്, അവർ ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കുകയാണ് പുറത്തുള്ള ചില ഗൈഡൻസുമായിട്ട്. എക്സ്റ്റേണൽ കൺട്രോൾസിൽ എന്ത് ചെയ്യാണ്, അവരുടെ കുട്ടികളെ അവർ വളർത്തുകയാണ്. റിലീജിയനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ മദ്രസകളിലൊക്കെ പറഞ്ഞയച്ചിട്ട് കുട്ടികളുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുകയും അവരെ മോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ആസ് എ റിസൾട്ട്, വെൻ ദി ചിൽഡ്രൻ ആർ ഔട്ട്സൈഡ് ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദിയർ പാരൻസ് ഓർ ഗാർഡിയൻ, ദേ ടെൻഡ് ടു ഷോ ഇമ്പൾസീവ്നെസ് ഇൻ ദിയർ ബിഹേവിയർ. ഇതിൻ്റെ ഭാഗമായിട്ട് ചിൽഡ്രൻ ഔട്ട്സൈഡ് കൺട്രോളിലാണ്, ഡയറക്റ്റ് കൺട്രോളിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെയോ ഗാർഡിൻ്റെയോ ഇമ്പൾസീവ് ബിഹേവിയറിലേക്കായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, റിസൾട്ടായിട്ട് വരുന്നത്. സോ ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ ത്രൂ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് പാരൻസ്, ചിൽഡ്രൻ ഡെവലപ്സ് എ പേഴ്സണാലിറ്റി പാറ്റേൺ സിമിലർ ടു ദാറ്റ് ഓഫ് ദിയർ പാരൻസ്. ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ അവരുടെ പാരൻസിനെ പോലെ അവരെന്ത് ചെയ്യുന്നു, ബിഹേവ് ചെയ്യും എന്നുള്ളതാണ്. പാരൻസിൻ്റെ ബിഹേവിയർ കണ്ടിട്ട് അല്ലെങ്കിൽ പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് പാരൻസിൻ്റെ പേഴ്സണാലിറ്റി കണ്ടിട്ട് എന്ത് ചെയ്യും, അവരതിലേക്ക് പോകും എന്നുള്ളതാണ്. എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് റിവീൽ ദാറ്റ് ത്രൂ ഇമിറ്റേഷൻ ആൾസോ എ സർട്ടൻ പേഴ്സണാലിറ്റി പാറ്റേൺ ഡെവലപ്സ്. ഇമിറ്റേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തിയുടെ അതേപോലെ തന്നെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ അതേപോലെ തന്നെ കാഴ്ചവെക്കുന്ന ഒരു രീതിയാണ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിലൂടെ റിസർച്ചേഴ്സ് അത് തെളിയിക്കുന്നുണ്ട്. ഇമിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണാലിറ്റി പാറ്റേൺ ആയി ഡെവലപ്പ് ആവുന്നുണ്ട് എന്നുള്ളത്. സോ ഫോർ എക്സാമ്പിൾ, ലിവിങ് വിത്ത് പാരൻസ് ഹൂ are anxious, nervous and lacking the sense of humor produces in their children as a sense of nervousness and frequent outbursts of temper. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പാരൻസ് ആങ്ഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെർവസ് ആയിട്ടുള്ള, എപ്പോഴും സെൻസ് ഓഫ് ഹ്യൂമർ ഒന്നും ഇല്ലാത്ത, തമാശ പറയാത്ത, വളരെ ഹാർഡായിട്ടുള്ള വ്യക്തികളൊക്കെയാണ് അവരുടെ പാരൻസ് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ചിൽഡ്രൻ്റെ നെർവസൻസും കൂട്ടും. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഔട്ട്ബേഴ്സ് ആയിട്ടുള്ള ടെമ്പറൊക്കെ അവരും എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് എപ്പോഴും ദേഷ്യപ്പെടുന്നവരായിട്ട് അവരും മാറും എന്നുള്ളതാണ്. ലൈക്ക്വൈസ്, ലിവിങ് വിത്ത് വാം, അഫെക്ഷനേറ്റ്, ലവിങ് ആൻഡ് ഇൻട്രസ്റ്റഡ് പാരൻസ് ജനറലി പ്രൊഡ്യൂസസ് എ സോഷ്യൽ ആൻഡ് ഗ്രീഗറാരിയസ് പേഴ്സൺസ്. സച്ച് പേഴ്സൺസ് ആൾസോ ഡെവലപ്പ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് വെൽഫെയർ ആൻഡ് അഫെക്ഷൻ ഫോർ പേഴ്സൺസ് ഔട്ട്സൈഡ് ദ ഹോം ആസ് വെൽ. പക്ഷേ ആ വ്യക്തികൾ ജീവിക്കുന്നത് വാമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല അഫെക്ഷനായിട്ടായിട്ടുള്ള ലവിങ് ആയിട്ടുള്ള പീപ്പിൾസിൻ്റെ ഇടയിലാണെങ്കിൽ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇടയിലാണെങ്കിൽ അവരെന്ത് ചെയ്യും, സോഷ്യലി ഗ്രിഗേറിയസ് പേഴ്സൺ ആയിട്ട് മാറും എന്നുള്ളതാണ്. അങ്ങനെയുള്ള പേഴ്സൺസ് ഡെവലപ്പ് ചെയ്യും ഇൻട്രസ്റ്റ് ഓഫ് വെൽഫെയർ ആൻഡ് അഫെക്ഷൻ ഫോർ പേഴ്സൺസ് ഔട്ട്സൈഡ് ദ ഹോം ആസ് വെൽ. സോ അവർക്ക് എപ്പോഴും ഒരു അഫെക്ഷനേറ്റ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് അവർ മാറും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ നല്ല അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ലവിങ് ആയിട്ടുള്ള കെയറിങ് ആയിട്ടുള്ള പാരൻസിൻ്റെ ഇടയിലാണ് കുട്ടികൾ വളരുന്നതെന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ആ ഒരു രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം. ഇനി ഇമിറ്റേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പേരൻസ് ചിലപ്പോൾ ഹാർഡായിട്ടുള്ള ഭയങ്കര ദേഷ്യമുള്ള പാരൻസിൻ്റെ കൂടെയൊക്കെ വളരുന്ന കുട്ടികളിൽ എന്ത് ചെയ്യാം, ദേഷ്യവും അതുപോലെ റൂഡ്നെസ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ,